പബ്ലിക്കിനെ ഇങ്ങനെ പറ്റിക്കാൻ സാധിച്ചുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 27% എന്താണ്ടാണ് ഒറ്റ ദിവസം അടിച്ചു വരുന്നത്. ഇത്ര വലിയ ക്രാഷ് ആദ്യമായിട്ടാണ് അല്ലേ? കൊറോണ സമയത്ത് സ്റ്റോക്ക് ഇത്രയും താഴെ വന്നിട്ടുണ്ടെങ്കിലും ഒറ്റ ദിവസം ഇത്രയും വലിയ ക്രാഷ് റെയറാണ്. ഈ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതാണ് എന്താണ് ശരിക്കും മാർക്കറ്റിൽ സംഭവിക്കുന്നത്? ഇൻഡസിൻഡ് ബാങ്കിന് എന്താ പറ്റിയത്? ഈ 27% ഒരു ദിവസം വീഴുക, ഇത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഒരു സ്കാം നടത്തുക, ശരിക്കും ഇൻവെസ്റ്റേഴ്സിനെ പൊട്ടന്മാരാക്കുകയാണോ അവർ? ഇത് ഇൻഡസിൻഡ് ബാങ്കിൽ സംഭവിച്ച സംഭവം ആക്ച്വലി എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രസ്റ്റ് തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രൈവറ്റ് ബാങ്കുകളിൽ 4ാമത്തെ ബാങ്കാണ് ഇത്. ഇൻഡസിൻഡ് ബാങ്കിൽ ആദ്യത്തെ പ്രാവശ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. അതായത് അത്രയും പുവർ മാനേജ്മെൻറ്റ് ക്വാളിറ്റി ആണ് വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളെല്ലാവരും ഹെഡ്ജ് ചെയ്യാറുണ്ട് ട്രേഡ്. അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിദേശ കറൻസിയായിട്ട് അവർ ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനിമയത്തിലെ നഷ്ടം ഒഴിവാക്കാനായിട്ട് വിദേശ കറൻസികളിൽ അവർ ഷോർട്ട് സെല്ലൊക്കെ ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ഹെഡ്ജ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗോൾഡ് വാങ്ങുന്നതിന് പകരം ഗോൾഡിൻ്റെ ഫ്യൂച്ചർ സെല്ല് ചെയ്ത് ഗോൾഡിനെ ഹെഡ്ജ് ചെയ്യുമല്ലോ. ഇതുപോലെ തന്നെ കറൻസികളിൽ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള എന്തോ ഒരു RBI അപ്ഡേറ്റ്സ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇൻഡസിൻഡ് ബാങ്ക് എല്ലാ തവണയും ഇങ്ങനെ ചെയ്ത് വലിയ പ്രോഫിറ്റ് ഈ പറയുന്ന ക്വാർട്ടർ റിസൾട്ടുകളിൽ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ക്വാർട്ടറുകളായിട്ട്. ഇത് കഴിഞ്ഞ ദിവസം വന്ന സ്കാമോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നൊരു കാര്യമൊന്നുമല്ല. കുറേ നാളുകളായിട്ട് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ലാഭത്തിൽ ഇത് വന്നിട്ടുണ്ട്. എന്നാൽ ഹെഡ്ജ് ചെയ്യുമ്പോൾ ഒരു ലെഗ് പ്രോഫിറ്റ് പോകുമ്പോൾ അടുത്ത ലെഗിൽ കുറച്ച് ലോസ് വരുമല്ലോ. ഈ പ്രോഫിറ്റ് വന്ന ലെഗിൻ്റെ പ്രോഫിറ്റ് മാത്രമാണ് റിപ്പോർട്ടുകളിൽ ഇൻഡസിൻഡ് ബാങ്ക് കാണിച്ചിട്ടുള്ളൂ. എന്നാൽ ലോസ് വന്ന ലെഗിൻ്റെ ലോസ് ഒന്നും റിപ്പോർട്ടുകളിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് ഇല്ലാത്ത പ്രോഫിറ്റാണ് ഇൻഡസിൻഡ് ബാങ്ക് കാണിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. എത്ര മികച്ച ഓഡിറ്റ് ഫേമുകൾ ഓഡിറ്റ് ചെയ്യുന്ന RBIയുടെ മോണിറ്ററിംഗ് ഉള്ള ഒരു ബാങ്കിന് പബ്ലിക്കിനെ ഇങ്ങനെ പറ്റിക്കാൻ സാധിച്ചുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 27% എന്താണ്ടാണ് ഒറ്റ ദിവസം അടിച്ചു പോയത്. ഇന്നിപ്പോൾ എന്തോ 2% റിക്കവറി ഉണ്ട്. പുട്ടിൻ്റെ ഒക്കെ പ്രീമിയം എന്ന് പറയുന്നത് 40,000-50,000 ഒക്കെയാണ്. അതൊന്നും നമുക്കറിയില്ല. മീൻസ് ഞാൻ പറയുന്നത് കുറച്ച് ദിവസമായിട്ട് എയറിലുണ്ടായിരുന്നു. ഇന്നലെയാണ് വലിയ റിയാക്ഷൻ വന്നത്. ഇതോടുകൂടി മാനേജ്മെൻറ്റ് ട്രസ്റ്റ് ആൾക്കാർക്ക് ഇല്ലാതെ, ഇൻഡസിൻഡ് ബാങ്കിനോട് ഒരു മാനേജ്മെൻറ്റ് ട്രസ്റ്റും ഇല്ല. 2020 കൊറോണയുടെ ആ സമയത്ത് ഇൻഡസിൻഡ് ബാങ്കിന് ഇതിന് മുൻപും ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒന്ന് കൊറോണ ക്രാഷിൽ വന്ന ഒരു ഇഷ്യൂ അന്ന് തന്നെയായിരുന്നു യെസ് ബാങ്ക് ക്രാഷ് വന്നത്. അപ്പോൾ എല്ലാ ബാങ്കുകളിലും ഒരു ക്രാഷ് വന്നിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അത് ഇൻഡസിൻഡ് ബാങ്കിനെ എഫക്റ്റ് ചെയ്തത്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1600 റേഞ്ചിൽ നിന്ന് അന്ന് പ്രൈസ് 200 റേഞ്ചിലോട്ടോ 300 റേഞ്ചിലോട്ടോ എന്തോ ആണ് കറക്റ്റ് ചെയ്തത്. ഇൻഡസിൻഡ് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദുജ ഗ്രൂപ്പാണ് അവരുടെ ഒരു മേജർ പ്രൊമോട്ടർ, ഹിന്ദുജ ഗ്രൂപ്പ്. അപ്പോൾ ഹിന്ദുജ ഗ്രൂപ്പ് അന്ന് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഷെയർസ് UK പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഷെയർസ് UK പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള പ്ലെഡ്ജ് ചെയ്തതുകൊണ്ട് അന്ന് വലിയ എഫക്റ്റാണ് ഈ പറയുന്ന ഇൻഡസിൻഡ് ബാങ്കിനുണ്ടായത്. ആഫ്റ്റർ ദാറ്റ് ബാങ്കുകളൊക്കെ സൈഡ് വൈസ് ആയപ്പോഴും ഇത്രയും ക്രാഷിൽ നിന്ന് ഇൻഡസിൻഡ് ബാങ്ക് തിരിച്ച് 1000 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ തിരിച്ച് വന്നിരുന്നു. ആ റേഞ്ചിൽ നിന്നാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ, ഇപ്പോൾ ആ റേഞ്ചിൽ നിന്നാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന 700 റേഞ്ചിലോട്ടൊക്കെ ഈ മാർക്കറ്റ് സ്റ്റോക്ക് വീഴുന്നത്. എങ്ങനെ ഈ മാനേജ്മെൻറ്റിനെ വിശ്വസിച്ച ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും? ഈ ഒരു ഇത്രയും നാൾ ഇപ്പോൾ എല്ലാ ക്വാർട്ടറിലും അവർ ഈ സ്കാം നടത്തുന്നുണ്ടായിരുന്നു പറഞ്ഞാൽ, ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഇത് പിടിക്കപ്പെടുകയും സ്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് ഒരു തിരിമറിയാണ്. ഇത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി, പക്ഷേ ഇത് കണ്ടിട്ടല്ല ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ നമുക്ക് സ്കാം എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്താണ് ചോദിച്ചത്? ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഇതാരാണ് ഈ ഒരു ക്വാർട്ടറിൽ മാത്രം എന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഓഡിറ്റുകൾ നടന്നു, RBIയുടെ മോണിറ്ററിംഗ് കൂടുതൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് പുറത്ത് വരുന്നത്. ഒത്തിരി നാളുകളായിട്ട് ഇവർക്ക് ഇത് പുറത്ത് കൊണ്ടുവരാതെ, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയല്ലേ, അറിയാതെ ചെയ്താൽ പറഞ്ഞിട്ട് കാര്യമില്ല. അറിഞ്ഞുകൊണ്ട് വളരെ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഈ ലെവലിൽ എത്തിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ തവണ ഇത് പുറത്തു പോയി, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. അതല്ല, ഇൻഡസിൻഡ് ബാങ്ക് ഇത്രയും വലിയ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്കിത് സാധിച്ചുവെങ്കിൽ നമ്മൾ കാണുന്ന മറ്റ് കമ്പനികൾ അപ്പോൾ എന്തൊക്കെ ഉടായ്പകൾ കാണിച്ചിട്ടായിരിക്കും ഓരോ ക്വാർട്ടർ റിസൾട്ട് ഇനി നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഞാൻ പറയുന്നത് ഇപ്പോൾ HDFC ബാങ്ക് ഇത് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് ഇനി ആര് തരും? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ച് 2 കൊല്ലമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പുറത്തു വന്നില്ല.
അപ്പോൾ എത്ര ക്വാർട്ടർ റിസൾട്ടുകൾ ഇനി നമ്മൾ വിശ്വസിക്കും? അല്ല, ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബാങ്കിൽ ഇത്രയും ഇതായിട്ട് ഇത് പിടിച്ച സ്ഥിതിക്ക് മറ്റ് ബാങ്കുകളൊന്നും അലേർട്ടായിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് നിർത്തുകയും അപ്പോൾ അതനുസരിച്ച് ക്വാർട്ടർ റിസൾട്ട് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഇല്ല. കഴിഞ്ഞ 2 കൊല്ലത്തെ സ്റ്റോക്ക് പ്രൈസ് കറക്റ്റായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അലൈനായിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു 6, 8, 10 ക്വാർട്ടർ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അവിടെ ഈ സ്കാമുകൾ അവർ നടത്തിയിട്ടില്ലേ, ഉണ്ടായോ എന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. ഇപ്പോൾ ഇൻഡസിൻ്റെ ബാങ്കിൽ വരാൻ പോകുന്ന എന്താണ്, FIAസും DIAസും ഒക്കെ ഇൻഡസിൻ്റെ ബാങ്കിനെ വിട്ടൊഴിവാക്കും. കാരണം ഇത്രയും പുവർ മാനേജ്മെൻറ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാനേജ്മെൻറ്റ് ക്വാളിറ്റി പുറത്ത് വിടുന്ന ഒരു സ്റ്റോക്കിനെ നമുക്ക് ഒരു രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെക്കരുത് എന്നാണ്. ഇപ്പോൾ ഇതൊരു ചെറിയ ഇഷ്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ഇഷ്യൂവിൻ്റെ ഓവർ റിയാക്ഷനാണ് 27% ഉറപ്പായിട്ടും ഇതൊരു അണ്ടർ വാല്യൂഡ് പ്രൈസിലാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റിക്ക് എടുക്കാൻ പറ്റും എന്നല്ലാതെ ഈ ഇഷ്യൂവിൻ്റെ വ്യാപ്തി കുറച്ചുകൂടി ഉള്ളിലോട്ട് എന്ന് ഗ്രാജുവലി പുറത്ത് വരാണ്. ഇതിൻ്റെ ടോപ്പ് ലെയർ മാനേജേഴ്സൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ലക്കി ഭാസ്കറിലെ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഭാസ്കറിനെ പിടിച്ചു. ഇനി ടോപ്പ് ലെവൽ ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടോ എന്നറിയുന്നില്ല. അങ്ങനെ അതായത് ഇതിന്റെ ഒരു ചെയിൻ പോലെ ആളുകളെ പിടിക്കുകയാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ അതായത് മെയിൻ ആൾക്കാർക്ക് അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു സ്കാം മാത്രമല്ല, ഈ ബാങ്കിന്റെ തന്നെ ഫ്യൂച്ചർ വലിയ അവതാളത്തിലോട്ട് പോകും എന്നുള്ളത്. മറ്റൊരു ബാങ്ക് ആയിട്ട് ചിലപ്പോൾ ഇൻഡസിന്റെ ബാങ്ക് ഇൻഡസിന്റെ ബാങ്ക് എന്റെ പോർട്ട്ഫോളിയോയിലില്ല. അല്ല, ഇൻഡസിന്റെ ബാങ്ക് 2020 മുതൽ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോസിൽ ആഡ് ചെയ്യാറില്ല. കാരണം 1600 നിന്ന് 200-300 റേഞ്ചിലോട്ട് വീഴുന്ന ഒരു ബാങ്കിനെ വീണ്ടും പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാന്ന് പറയുന്നത് വലിയ, എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയിൽ വൺ ഓഫ് ദി ബാങ്ക് ഇൻഡസിന്റെ ബാങ്കിന് അത്യാവശ്യം ഒരു വെയിറ്റേജ് ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ടോപ്പ് ലെയർ ബാങ്കിന്റെ ലിസ്റ്റിൽ നിന്ന് ഇൻഡസിന്റെ ബാങ്ക് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു പോകും. ഇപ്പോഴുള്ള മാനേജ്മെൻറ്റിന് 1 കൊല്ലം കൂടി മാത്രമേ റിസർവ് ബാങ്ക് റിന്യൂ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പുതിയ മാനേജ്മെൻറ്റ് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മാനേജ്മെൻറ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇഷ്യൂ പറഞ്ഞല്ലോ, ഏകദേശം ഇതേപോലെ തന്നെയല്ലേ അന്നത്തെ ഇഷ്യൂ. സത്യം കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്ത പ്രോഫിറ്റ് ഊതിപ്പിരിപ്പിച്ച് കാണിച്ചു. അതോടുകൂടി ഒരു ദിവസം അത് പുറത്ത് വരുന്നു, സത്യം കമ്പ്യൂട്ടേഴ്സ് ഇല്ലാതെ പോകുന്നു. ഇതേ കാര്യം തന്നെയല്ല ഇപ്പോൾ ഇൻഡസിൻ്റെ ബാങ്കും ചെയ്തിരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താ ഒറ്റ ദിവസം പുട്ട് മേടിച്ചെങ്കിൽ കോടീശ്വരനാകാമെന്ന് എന്ന് പറയുന്നതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. അതൊക്കെ എത്രക്ക് അതൊരു ബീറിഷ്നെസ് ഫോം ആയാലും 25% ഒരു ദിവസം ഇൻഡസിൻ്റെ ബാങ്ക് ക്രാഷ് ചെയ്യുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ആർക്കും സാധിക്കില്ല. ആക്ച്വലി കഴിഞ്ഞ പോഡ്കാസ്റ്റ് ലിസണിൽ പറഞ്ഞു ബാങ്കിങ് സെക്ടേഴ്സൊന്നും വലിയ കാര്യമായിട്ട് കയറുന്നില്ല എന്നുള്ളൊരു പ്രചാരണം നടത്തിയാണ്. അപ്പം ഈ RBIയുടെ ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ബാങ്കുകളിലും എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഇഷ്യൂ വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓൾറെഡി മൈക്രോ ഫിനാൻസിലും ഫിനാൻസ് സെക്ടറിലും ഒരു ഞെരുക്കം കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ട്. മൈക്രോ ഫിനാൻസൊക്കെ കുറച്ചുകൂടി ബാഡ് സിറ്റുവേഷനിലാണ് ഉള്ളത്. അതിൽ നിന്ന് ബാങ്കുകൾ പുറത്ത് വന്ന് തുടങ്ങുകയാണ്. അതായത് ഇനിയൊരു ബൂം ഉണ്ടാവണമെങ്കിൽ ബാങ്കിലാണ് ബൂം ഉണ്ടാകേണ്ടതെന്ന് എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് ബാങ്കിങ് സെക്ടറിൽ ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ പുറത്തു വരുന്നതും മറ്റ് ബാങ്കുകളും ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു പുറമെ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് ബാങ്കിങ് സെക്ടറിൻ്റെ വാല്യുവേഷനെ ബാധിക്കുകയും മറ്റ് ബാങ്കുകളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനും അല്ലെങ്കിൽ അവിടെ കൂടുതൽ ബൈ നടക്കുന്നതിനും ഉള്ളൊരു പ്രോബ്ലമായിട്ട് മാറുകയും ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഒരു ഇഷ്യൂ കുറച്ച് നാളുകളായിട്ട് ടോക്കിലുണ്ട്, എയറിലുണ്ട്. പക്ഷെ അത് എഫക്റ്റിൽ വന്ന ഇന്നലെയാണെന്നേ ഉള്ളൂ. അതായിരിക്കാം ചിലപ്പോൾ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ വിചാരിച്ച ഒരു റിക്കവറിയോ ഒരു റാലിയോ ഒന്നും ഇപ്പം നിഫ്റ്റി 3-4 ദിവസമായിട്ട് തിരിച്ചു കയറിയിട്ടും ബാങ്കിങ് സെക്ടറുകൾ തിരിച്ചു കയറാതിരിക്കാനുള്ള അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറുകളിൽ നിഫ്റ്റിയേക്കാൾ മുൻപിൽ ഓടാതിരിക്കാനുള്ള ഒരു റീസൺ ഇത്തരത്തിലുള്ളൊരു ഫിയർ ആകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ്. അതായത് ഇപ്പോൾ റീറ്റെയിലേഴ്സ് അറിയുന്നത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കയറുന്നില്ല. അപ്പോൾ ചെറിയൊരു ഫാളിന് വേണ്ടി ചിലപ്പോൾ നിൽക്കായിരിക്കും. അതായത് എന്തെങ്കിലും ഇൻസൈഡ് ന്യൂസ് ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അറിയാത്തതായിരിക്കും. ഉറപ്പായിട്ടും അതിനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. എനിക്കോട് ഒരിടയ്ക്ക് ഇതിന് മുന്നേ എന്നോട് പറഞ്ഞാണ്, എനിക്കോട് പോഡ്കാസ്റ്റിലുള്ള ബാങ്കുകൾ തൽക്കാലം നമുക്ക് ബുക്ക് ചെയ്ത് വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ഓൺ ചെയ്താൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത്, അതായത് ആ സമയത്ത് ബാങ്കിങ് സെക്ടറിൻ്റെ കൺസോളിഡേഷൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു പക്ക വൈക്ക് ഓഫ് സ്ട്രക്ചറിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കിങ് സെക്ടർ എന്തിനാണ് ലോ ബ്രേക്ക് ചെയ്തത്? ഓൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ലോ ബ്രേക്ക് ചെയ്തതായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു
ഒരു ക്ലൈമാക്സ് സെല്ലിങ്ങിൻ്റെ താഴത്തോട്ടാണ് അന്ന് ബാങ്കിങ് സെക്ടർ താഴത്തോട്ട് വന്നത്. അപ്പം അന്ന് എന്നെ സംബന്ധിച്ചോളം അന്ന് അത്രയും താഴെ വരുമെന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്ന പോലുമില്ല. അന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ റീസൺസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുറത്ത് വരുന്നത്. അതിന് ഫണ്ടമെൻ്റൽ റീസൺസ് പുറകിലുണ്ട്. അതുകൊണ്ടാണ് FISO ബിഗ് പ്ലേയേഴ്സോ ബാങ്കിങ് സെക്ടറിൽ ഇപ്പോഴും വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. FIS സെല്ലിങ് ഇവിടെ നിർത്തുന്നില്ല. ഇപ്പം നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകം US മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നു. US എന്ത് ചെയ്യാണ്? US ഭയങ്കരമായിട്ടുള്ള ഒരു ബബിൾ അല്ലെങ്കിൽ ഓവർ വാല്യുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരു സെൽ ഓഫ് ഉണ്ടാവുന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യയും ഇപ്പോഴും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യുവേഷനിലൊന്നും എത്തിയിട്ടില്ല. US ഓവർ വാല്യുവേഷൻ സെൽ ഓഫ് നടക്കണം. അപ്പോൾ ഈ കാശെല്ലാം ചൈനയിലോട്ട് അട്രാക്റ്റീവായിട്ടുള്ള മാർക്കറ്റിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. FIS ഒരു രാജ്യത്തോടും കൂറൊന്നുമില്ല. അവർ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ, ഹോങ്കോങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ, ബ്രസീലിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എവിടെയാണോ അട്രാക്റ്റീവ് വാല്യുവേഷൻ, അവർ ഓവർ വാല്യുവേഷൻ എവിടെയാണോ അവിടെ നിന്ന് വിറ്റ് ആ രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മുടെ എമർജിങ് എക്കണോമീസ് ആയിട്ടുള്ള ഇന്ത്യ, ബ്രസീൽ, ചൈന, ഹോങ്കോങ് എക്കണോമീസിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട്, സൗത്ത് ആഫ്രിക്ക ഇത്തരത്തിലുള്ള എക്കണോമീസിനെ കമ്പയർ ചെയ്തുകൊണ്ട് ആ എക്കണോമികളിൽ ഇന്ത്യൻ എക്കണോമി ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. FIS ആ സമയത്തായിരിക്കും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ടിരിക്കുന്നത് ചൈന ആയതുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ്ലി ചൈനയിലോട്ട് ഫണ്ട് പമ്പാവുന്നതും ചൈനീസ് മാർക്കറ്റ് വളരെ ഗ്രാജുവലി തിരിച്ചു വരുന്നത്. കൊറോണയുടെ സമയത്ത് പോലും ലോക മാർക്കറ്റുകളെല്ലാം തിരിച്ചു കയറിയപ്പോൾ പോലും ചൈനീസ് മാർക്കറ്റ് വലിയൊരു റിക്കവറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ചേഞ്ച് അന്നുണ്ടാവാത്ത ഒരു റിക്കവറി ചൈനീസ് മാർക്കറ്റിൽ ഗ്രാജുവലി ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒരു അപ് ട്രെൻഡ് വരെ ചൈനീസ് അവർ സ്റ്റിമുലേഷൻ, അവർ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നു, അവർ വലിയ അട്രാക്റ്റീവായിട്ടുള്ള ഓഫേഴ്സ് കമ്പനികൾക്ക് കൊടുക്കുന്നു. ഇത് FIS അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ് ഇന്ത്യ ബാങ്കിൽ വന്ന ഈ ഒരു ഇഷ്യൂ വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും കാണേണ്ടത്. ബാങ്കിങ് സെക്ടറിൻ്റെ മാത്രമല്ല, ഇന്ത്യൻ കമ്പനികളുടെ ഓഡിറ്റിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട്, ഇത്രയും വലിയൊരു കമ്പനിയാണ്, അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഇതൊരിക്കലും ഇപ്പോൾ നമ്മൾ പറയും ഫണ്ടമെൻ്റൽ അനാലിസിസ് ഭയങ്കരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾ ചെയ്യുന്ന ഫ്രോഡ് തരങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഈ ഇൻഡസ് ഇന്ത്യ ബാങ്കിൻ്റെ കഴിഞ്ഞ 3-4 ക്വാർട്ടറിലുള്ള റിപ്പോർട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ടോപ്പ് ഫിനാൻഷ്യൽസിന് പോലും ഇങ്ങനൊരു ഉടായ്പ അവർ കാണിക്കുന്നതായിട്ട് മനസ്സിലാവുകയില്ല. റൈറ്റ്? എങ്ങനെ മനസ്സിലാക്കാനാണ്? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റിസൾട്ടുകൾ അനാലിസിസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ Q2, Q3 ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ അനാലിസിസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് നല്ല പെർഫോമൻസ് ആണ്, ബാഡ് പെർഫോമൻസ് ആണ് എന്ന് പറയുന്നതിലെ സാങ്കേതികത്വം എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ വിശ്വാസത്തെയാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാൻ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ക്രാഷ്, ഇത്ര വലിയ ക്രാഷ് ആദ്യമായിട്ടാണ് തോന്നുന്നത്. കൊറോണ സമയത്ത് സ്റ്റോക്ക് ഇത്രയും താഴെ വന്നിട്ടുണ്ടെങ്കിലും ഒറ്റ ദിവസം ഇത്രയും വലിയ ക്രാഷ് റയറാണ്. ഇങ്ങോട്ട് അദാനിയുടെ ഇഷ്യൂ ഉണ്ടായപ്പോൾ 25% അദാനി വീണില്ല എന്ന് തോന്നുന്നില്ല. ഒറ്റ ദിവസം അദാനി 15% എന്തോ അല്ലേ ഒറ്റ ദിവസം കൊണ്ട് വീണു. എനിക്ക് ഓർമ്മയില്ല, 15 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 15 മാക്സിമം 20 വരെ 27% ക്രാഷാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് അല്ലെങ്കിലും ഈ ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഭയങ്കര ഹോട്ട് ടോപ്പിക്കാണ് എപ്പോഴും. 2020 മുതൽ ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഭയങ്കര ബാങ്ക് നിഫ്റ്റിയിലെ ഏറ്റവും വോളട്ടൈൽ ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ബാങ്കുകൾ കൂടുതലായിട്ട് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അലേർട്ടായിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് ഇപ്പോൾ HDFC ബാങ്കിലോ അല്ലെങ്കിൽ ICICI ബാങ്കോ ഒന്നും ഇത്തരത്തിലുള്ള ഫ്രോഡ് തരം കാണിക്കുന്നുണ്ട് എന്നല്ല, പക്ഷെ എങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയിലുള്ള കുറെ നാളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് എടുക്കാനുള്ളത്. ബാങ്ക് അങ്ങനെ തന്നെയുള്ള ബാങ്ക് തന്നെയല്ലേ ഇപ്പോഴും നമ്മൾ TV-യിൽ സ്ഥിരം പരസ്യം കാണുന്ന, നമ്മുടെ നാട്ടിലെല്ലാം അത്യാവശ്യം ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്ക് തന്നെയാണ്, വലിയ ബാങ്ക് തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പേര് പറയുന്നതല്ല, ആ ബാങ്ക് കാണിച്ച അത്രയും മോശമായിട്ടുള്ളൊരു വലിയ ബാങ്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എന്താ പറയുക, വിധി നമ്മുടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും, അതായത് നമ്മൾ പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ തന്നെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ട് എടുത്ത് ഒരു സെക്ടറിൽ തന്നെ ഇടാതിരിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ, അല്ല വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ചെയ്യാനില്ല. ബാക്കിയൊക്കെ പറഞ്ഞെടുത്ത് വെച്ച് കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഈ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതാണ്. അതെ, തീർച്ചയായും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ പൊതുവെ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 100 കമ്പനികളിൽ 1 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് 100x റിട്ടേൺ തരാൻ സാധ്യതയുള്ള, മൾട്ടി ബാഗ് ആകാൻ സാധ്യതയുള്ള 100 സ്റ്റോക്കിൽ 1 ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു സ്റ്റോക്ക് മൾട്ടി ബാഗർ ആയിക്കഴിഞ്ഞാൽ 100x റിട്ടേൺ തന്നു കഴിഞ്ഞാൽ
നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കോസ്റ്റ് ആവുന്നു. 2 സ്റ്റോക്ക് മൾട്ടിപ്പിൾ ആയാൽ നമ്മൾക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആവുന്നു. അങ്ങനെ ഒരു 10 സ്റ്റോക്ക് ഈ പറയുന്ന 100x തരികയും 90 സ്റ്റോക്ക് 0 ആയി പോവുകയും ചെയ്യുന്നു എന്ന് കരുതുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 10x മാറാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വേണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത്. ഇതൊരു വലിയൊരു തിയറിയാണ്, ഒരു ലോജിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോക്കുകളെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും വലിയ റിട്ടേൺസ് ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തരണമെന്നില്ല. തരുന്ന സ്റ്റോക്കുകളെ നന്നായിട്ട് ഉപയോഗിക്കുക, തരുന്ന സ്റ്റോക്കുകൾ നന്നായിട്ട് റാലി മൊത്തം കൈപ്പിടിക്കുക, ഒരു 100x റിട്ടേണിലോട്ടൊക്കെ കൈപ്പിടിക്കുന്ന രീതിയിലോട്ട് ചെയ്യുക. ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഇപ്പോൾ പേടിപ്പെടുത്താൻ പോകുന്നത്. ബ്ലൂ ചിപ്പിൽ എല്ലാ സ്റ്റോക്കും വലിയ റിട്ടേൺ തരില്ല, ചില സ്റ്റോക്കിൽ ഇങ്ങനത്തെ പണിയും തന്നാലോ, അവിടെയാണ് ഫിയർ കിടക്കുന്നത്. അപ്പോൾ ഇതിന് സെബി ഒരു വലിയ ഡിസിഷനുമായിട്ട് അടുത്ത് തന്നെ തിരിച്ച് വന്നേക്കാം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഹോട്ട് ടോപ്പിക് തന്നെയായിരുന്നു. എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും